ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതിൻ്റെ തുടർച്ചയായിട്ട് ഈ ആഴ്ച വീണ്ടും ചിന്തിക്കുകയാണ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കർത്താവ് പറയുന്ന ഭാഗം നമ്മൾ വായിച്ചത് മത്തായി സുവിശേഷം 6-ാം അധ്യായം 9-10 വാക്യങ്ങളാണ്. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കർത്താവിനോടുള്ള പ്രാർത്ഥനയാണ്. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ എൻ്റെ ജീവിതത്തിൽ ആകട്ടെ. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിക്കുക. കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി പൂർണ്ണമായി നാം സമർപ്പിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് പരിശോധിച്ചേ. കർത്താവിനെ നമ്മൾ സഭായോഗത്തിൽ ഇരുത്തിയിട്ടുണ്ട്, ഉപവാസ പ്രാർത്ഥന ഇരുത്തിയിട്ടുണ്ട്, ബൈബിൾ സ്റ്റഡിയിൽ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ കർത്താവിന് നമ്മൾ ഇരുത്തിയ പല സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ, ജീവിതത്തിൻ്റെ ഇടയിലേക്ക് കയറി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അത് സന്തോഷം നൽകുന്ന കാര്യമാണോ, അല്ലെങ്കിൽ നാം അലോസരപ്പെടുകയാണോ, ഇറിറ്റേറ്റഡ് ആകുകയാണോ? ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കർത്താവിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ പ്രാർത്ഥനയിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ജീവിതത്തിലാണ്. ഇന്ന് പ്രാർത്ഥനയിൽ. നമുക്കെന്താണ് പ്രാർത്ഥന? ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് കൈതൊഴാം കൈതൊഴാം കേൾക്കുമാറാകണം. എന്ത് കേൾക്കണം? എൻ്റെ മനസ്സിലെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും കേൾക്കണം, അത് നിവർത്തിച്ചു തരണം. ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ താല്പര്യങ്ങളും അത് നിവർത്തിച്ചു തരാൻ ദൈവത്തോട് പറയുന്ന ഒരു ഏർപ്പാടാണ് പ്രാർത്ഥന. അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ ഒരാൾ വളർച്ചയിലേക്ക്, പക്വതയിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥനയുടെ വിഷയത്തിലും നമുക്കൊരു വളർച്ച ആവശ്യമാണ്. നമ്മുടെ ആത്മീക പക്വത, ക്രിസ്ത്യൻ മെച്യൂരിറ്റി അളക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ കണ്ടന്റ് ഒന്ന് അളന്നാൽ മതി. രക്ഷിക്കപ്പെട്ട കാലത്ത് അവൻ്റെ പ്രാർത്ഥന ആയിരിക്കില്ല അവൻ മുന്നോട്ട് പോകുമ്പോൾ. നമുക്ക് പ്രാർത്ഥന വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ നിവർത്തിച്ച് തരാൻ വേണ്ടി ദൈവത്തോട് പറയുന്ന ഒരു കാര്യത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ പ്രാർത്ഥന വളർന്നിട്ടുണ്ടോ? എന്താണ് നമ്മൾ പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത്? പ്രാർത്ഥനയിലൂടെ നമ്മൾ ചെയ്യുന്നത്, എനിക്കൊരിഷ്ടമുണ്ട്, ദൈവത്തിനൊരിഷ്ടമുണ്ട്. അപ്പോൾ എൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ ദൈവത്തെ നിർബന്ധിക്കുക. അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടം നിവർത്തിച്ച് കളഞ്ഞാലോ? ആത്മീകത കൂടുന്നതിനനുസരിച്ച് പിടിച്ചു വെച്ച് പ്രാർത്ഥനയുണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്, തുടങ്ങി പല പല പരിപാടികളുണ്ട്. എന്തിനു വേണ്ടി? എൻ്റെ ഇഷ്ടം നിവർത്തിച്ചു തരാൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, എൻ്റെ ഇഷ്ടം നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അപകടകരമായ ഒരു അവസ്ഥയാണ്. കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായി സ്വാർത്ഥനാണ്, അഹങ്കാരിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് അത് നല്ലതിനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നല്ലത്. ഇവിടെ യഥാർത്ഥ പ്രാർത്ഥനയിൽ എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥ പ്രാർത്ഥനയിൽ ദൈവത്തെ എൻ്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഞാൻ ശിശുവായിരുന്നപ്പോൾ ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചോ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ അതൊക്കെ നിവർത്തി തരണമേ എന്നുള്ള തലത്തിൽ നിന്ന് ഞാൻ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് ഏൽപ്പിച്ച് എൻ്റെ ജീവിതം മാറുകയാണ്. ഇവിടെ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ യേശു ആദ്യം പഠിപ്പിച്ചത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നല്ല, എങ്ങനെ പ്രാർത്ഥിക്കരുതെന്നാണ്. അതിനുശേഷമാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചത്. കാരണം തെറ്റായി ഉള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തെ വളരെയധികം കാർന്നു തിന്നിട്ടുണ്ട്. തെറ്റായ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തെ വളരെയധികം നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം പഠിക്കേണ്ടത് എങ്ങനെ പ്രാർത്ഥിക്കരുതെന്നാണ്. എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ
യേശു പറഞ്ഞ ഒരു കാര്യം 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ആർക്കെങ്കിലും? അവരോട് തുല്യരാകരുത്. ആരോട് തുല്യരാകരുത്? ജാതികളെ പോലെ ജൽപ്പനം ചെയ്യുന്നവരോട് തുല്യരാകരുത്. പിന്നെ നിങ്ങൾ എങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുൻപ് അറിയുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ യാചിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കിഷ്ടമുള്ളതെന്നല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെന്ന് പിതാവ് അറിയുന്നു. ഒരു 95% പ്രാർത്ഥനയും ആവശ്യമല്ല, ആഗ്രഹമാണ്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രാർത്ഥിച്ചൊന്നുമില്ല, മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കപ്പോൾ ഒരു ബൈക്കാണ്. അപ്പോൾ ഭാര്യയും 2 പിള്ളേരും, അങ്ങനെ 4 പേര് ബൈക്കിൽ പോകുന്നത് ശരിയായില്ല. ചെറിയ പ്രായത്തിൽ കുഴപ്പമില്ലായിരുന്നു, കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായി, ഒരു കാറ്. അപ്പോൾ ഒരിക്കൽ ദൈവം എന്നോട് ഇടപെട്ടു. ദൈവം ചോദിച്ചു, നിനക്ക് എന്താ ആവശ്യം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാറ്. എന്തിനാ കാറ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് പ്രശ്നം, വീട്ടിൽ കുറച്ചധികം പേരുണ്ട്, അപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ദൈവം എന്നോട് ചോദിച്ചത്, അതിനല്ലേ ബസ്സുള്ളത്? നിനക്ക് ബൈക്കിൽ യാത്ര ചെയ്ത് ബുദ്ധിമുട്ടാണെങ്കിൽ ബസ്സുണ്ടല്ലോ. അപ്പോൾ കാർ എന്നുള്ളത് എൻ്റെ അത്യാവശ്യമൊന്നുമില്ല, അതെൻ്റെ ആഗ്രഹമാണ്. തെറ്റാണെന്നല്ല പറഞ്ഞാൽ, എനിക്കിപ്പോൾ കാറുണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന പല അത്യാവശ്യങ്ങളും കേവലം ആഗ്രഹങ്ങളാണ്, ആവശ്യങ്ങളല്ല. ഇവിടെ നമ്മൾ വായിച്ചത്, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പ് അറിയുന്നൊരു പിതാവ്. പിന്നെന്താ പ്രശ്നം? പിന്നെന്താ പ്രാർത്ഥിക്കേണ്ടത്? പിന്നെന്തിനാ ഇവിടെ പിടിച്ചു വെച്ച് പ്രാർത്ഥന? ആ പിതാവിന് നല്ലത് തരാനല്ലേ ആഗ്രഹം. പിന്നെ എന്താ പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത്? പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത് പിതാവിനെ മാറ്റലല്ല, ദൈവത്തെ രൂപാന്തരപ്പെടുത്തലല്ല, എന്നെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കലാണ്. അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം പിതാവിൻ്റെ ഇഷ്ടത്തിലേക്ക് ഇഴുകിച്ചേരലാണ്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ബൈബിളിൽ പല സ്ഥലത്തും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവം നിവർത്തിച്ചു തരാമെന്ന് വാഗ്ദത്തമുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന മെസ്സേജൊക്കെ അതാണല്ലോ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ നിനക്ക് തരാമെന്ന് ഉള്ള വാഗ്ദത്തങ്ങൾ. പക്ഷേ നമ്മൾ ശ്രദ്ധാപൂർവം അതിൽ ഒഴിവാക്കുന്നൊരു ഭാഗമുണ്ട്. ഏതാണെന്നറിയാമോ? ആർക്കാണിത് കൊടുക്കുന്നത്? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരാം എന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോൾ നമ്മൾ ഒഴിവാക്കുന്ന ഭാഗം, ഇത് ആർക്ക് തരാമെന്നാണ് വാഗ്ദത്തം ചെയ്തത്. നമുക്കത് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. നിങ്ങൾ എന്തപേക്ഷിച്ചാലും നിങ്ങൾക്ക് കിട്ടും. ആർക്ക്? ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവം എന്നിലും ഞാൻ ദൈവത്തിലും ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരവസ്ഥ. അതായത് ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കും. അതായത് എൻ്റെ ശരീരമാണെങ്കിലും എൻ്റെ മനസ്സെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സാണ്. എൻ്റെ സ്വാർത്ഥതയും എൻ്റെ അത്യാഗ്രഹവും എൻ്റെ ദ്രവ്യാഗ്രഹവും അത് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഇടവരുന്ന ഒരവസ്ഥയിലല്ല ഞാൻ എന്ന് പറയാം. അങ്ങനെയുള്ള വ്യക്തി, അങ്ങനെ വ്യക്തിക്ക് വാഗ്ദത്തം കൊടുത്തത് എന്താണ്? നിങ്ങൾ അപേക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നൽകാം. ദ്രവ്യാഗ്രഹിയായി എത്ര കിട്ടിയിട്ടും തൃപ്തി വരാതെ പിന്നെയും പിന്നെയും ആർത്തി പിടിച്ച് ഓടുന്ന ഒരു ലൗകിക മനുഷ്യനുള്ള വാഗ്ദത്തമല്ല ഇത്. ഇത് ദൈവാത്മാവിനോട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന, ലോകത്തിൻ്റെ മോഹങ്ങളെ ക്രൂശിച്ച, ക്രിസ്തുവിൻ്റെ വചനത്തിൽ മുഴുകിയ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്ന അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് കൊടുക്കുന്ന വാഗ്ദത്തമാണ്, നിങ്ങൾ അപേക്ഷിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങൾക്ക് നൽകാം. നമുക്ക് 1 യോഹന്നാൻ 3-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കും. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ളവൻ എന്ത് യാചിച്ചാലും നൽകും. ഇവിടെ പറയുന്ന പ്രോമിസ്, വാഗ്ദത്തം എന്താണ്? അത്യാഗ്രഹത്തിലും സ്വാർത്ഥത്തിലും ജീവിക്കുന്ന ഒരു വ്യക്തിക്കുള്ള വാഗ്ദത്തങ്ങളല്ല. നമ്മൾ പറഞ്ഞു വരുന്നത്
പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ ജഡിക ഇച്ഛകളും താല്പര്യങ്ങളും നിറവേറ്റിത്തരാനുള്ള ഒരു അപേക്ഷയല്ല, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തെ മാറ്റാനുള്ളൊരു പരിപാടിയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. പഴയ നിയമത്തിൽ പോലും നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ സാധാരണ നമ്മൾ കാണുന്നത്, പുതിയ നിയമത്തിൽ വ്യത്യസ്തമായിട്ട് അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമായി ഭൗതിക സ്വത്തുക്കളും കാണുന്ന ഒരു കാഴ്ച അവിടെ കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയില്ല. ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിച്ചു തരാം, നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. പുതിയ നിയമത്തിൽ അനുഗ്രഹം എന്ന വാക്ക്, ബ്ലെസ്സിങ് എന്ന വാക്ക് ചേർത്ത് പറയുന്ന ഒരു ഭൗതിക കാര്യം. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കൂടി ക്ലാസ് ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് വെക്കുക. ഇനി എൻ്റെ കണ്ടുപിടുത്തം ഞാൻ പറയാം, അങ്ങനെ ഒരു വാക്യം പുതിയ നിയമത്തിലില്ല. നമ്മൾ പറയാറുണ്ട് സ്വർഗീയ അനുഗ്രഹവും ഭൗതിക അനുഗ്രഹവും, അങ്ങനത്തെ. പുതിയ നിയമത്തിൽ ഭൗതിക വസ്തുക്കളോട് ചേർത്ത് അനുഗ്രഹം, ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു വാക്യം ഇല്ല. സ്വർഗത്തിൽ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. ഓക്കെ, 37-ാം സങ്കീർത്തനത്തിൽ അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 4-ാമത്തെ വാക്യം, സങ്കീർത്തനം 37:4. ഇവിടെ പറയുന്ന വാക്ക് ആർക്കാണ്? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തരും. ആർക്ക്? അവനിൽ രസിക്കുന്നവർക്ക്, അവനിൽ മാത്രം ലക്ഷ്യമിട്ട്, അവനിൽ മാത്രം, ക്രിസ്തുവിൽ മാത്രം രസിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന വാഗ്ദത്തമാണ് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും. നമ്മൾ ഈ പറഞ്ഞ അവനിൽ മാത്രം രസിക്കുന്ന, ദൈവത്തിന്റെ വചനം നമ്മിലും നാം അവനിലും വസിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥനകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ചില പ്രാർത്ഥനകളും നോക്കാം. ബൈബിളിൽ അവര് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു സഭയുടെ പാസ്റ്റർ അല്ലെങ്കിൽ ഒരു എൽഡർ ആ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കൊക്കെ എത്ര പ്രാർത്ഥനാ വിഷയങ്ങളാണോ ഉള്ളത്? കൊച്ചിന്റെ എക്സാം, പ്രമോഷൻ, ജോലി, ട്രാൻസ്ഫർ തുടങ്ങി എത്രയോ പ്രാർത്ഥനാ വിഷയങ്ങളാണ് നമുക്കുള്ളത്. സാധാരണ നിങ്ങൾക്കൊക്കെ എത്ര പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ആയിരുന്ന സഭകളിൽ വിശ്വാസി ഉപവാസമാണെങ്കിൽ പാസ്റ്ററോട് പറയും, പാസ്റ്റർ ഞാൻ ഉപവാസമാണ്, വരുന്ന ഒരാഴ്ച. അപ്പൊ പാസ്റ്റർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്താ ബ്രദറെ വിഷയം? മിക്കവാറും വിഷയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. കർത്താവേ, എനിക്ക് വലിയ കോപമുണ്ട്, സ്വാർത്ഥതയുണ്ട്, ദൈവിക കാര്യങ്ങൾ ഉത്സാഹമില്ല എന്ന കാര്യത്തിലൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആരും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഉപവസിക്കുന്ന ഒരാളെ കണ്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല. ആകെ ഞാൻ കണ്ടത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മഹാരാഷ്ട്രയിൽ പോയപ്പോൾ ഒരു വയോധികനായൊരു മനുഷ്യൻ, ഒരു ഭക്തനായ മനുഷ്യൻ, ആ മനുഷ്യൻ ഉപവാസത്തിലാണ്. വളരെ പ്രായമുണ്ട്. എന്താ വിഷയം അറിയാമോ? മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ്. അപ്പൊ ദൈവഹിതമുള്ള ഒരു ഗവൺമെന്റ് വരാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അങ്ങനെയൊന്നും നമ്മുടെ ഇടയിൽ സാധാരണ നടക്കാറില്ല. ഇവിടെ അപ്പോസ്തലൻ എന്താ പ്രാർത്ഥിക്കുന്നേ? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എഫെസോസിലെ വിശ്വാസികളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്തിന് ക്രിസ്തു നിങ്ങളെ വിളിച്ചു എന്നുള്ള ആ വിളി മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയണം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അത്യന്ത ശക്തി എന്താണെന്ന് അറിയണം. ഇതൊക്കെയാണ് അവരുടെ പ്രാർത്ഥനാ വിഷയം. അവർ ക്രിസ്തുവിലും ക്രിസ്തുവിന്റെ വചനം അവരിലും. ഇനി കൊലോസി ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരാം. കൊലോസി ലേഖനം 1-ാം അധ്യായം 9 മുതൽ വീണ്ടും നമ്മൾ പൗലോസിന്റെ പ്രാർത്ഥന കാണുകയാണ്. അവിടെ പൗലോസ് കൊലോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങളത് കേട്ട ദിവസം മുതൽ
നിങ്ങൾ ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരുവാൻ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലേ? നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലേ? ഒരു തെറ്റുമില്ല. നമ്മുടെ അപ്പനല്ലേ, അപ്പനോട് പറയാം. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ പ്രശ്നം 1%, 2%, 3% ഒക്കെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബാക്കി 97% ആത്മീകമായ അവസ്ഥയിൽ പ്രാർത്ഥിക്കണമെന്നുള്ളത് നേരെ തലതിരിഞ്ഞു. ഇപ്പോ 1 മണിക്കൂറുള്ള പ്രാർത്ഥനയിൽ 50 മിനിറ്റും ഈ ഭൗതിക കാര്യങ്ങൾ. പിന്നെ കർത്താവിന് വിഷമം തോന്നണ്ട എന്ന് വിചാരിച്ച് കുറച്ച് ആത്മീക കാര്യങ്ങൾ ചേർത്ത് ഒരു പ്രാർത്ഥന. കർത്താവിന്റെ വചനം എന്നിലും ഞാൻ ക്രിസ്തുവിലും വസിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് അവൻ മുന്നോട്ട് പോകും തോറും അവന്റെ ഫോക്കസ് മാറുന്നു, അവന്റെ സന്തോഷം മാറുന്നു, അവന്റെ കാഴ്ചപ്പാടുകൾ മാറുന്നു. ഇന്ന് ബൈബിൾ സ്റ്റഡി തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ച ആ സഹോദരൻ പ്രാർത്ഥിച്ചതുപോലെ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ തുടങ്ങും. നമ്മളോട് ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യം, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഉണ്ടായതുപോലെ ലൗകികമായ കാര്യങ്ങളോടുള്ള താല്പര്യത്തിൽ എന്ത് മാറ്റമുണ്ടായി? അല്ലെങ്കിൽ ഒരു 25 വർഷം മുമ്പ് ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള താല്പര്യത്തിലും ആകർഷണത്തിലും എന്ത് മാറ്റമാണ് എനിക്ക് ഉണ്ടായത്? നിങ്ങൾക്കറിയാമോ, വളരെ അപകടകരമായ ഒരവസ്ഥയിലാണ് ദൈവത്തിന്റെ സഭ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം? നമ്മള് വളരെ മെറ്റീരിയൽ ഓറിയന്റഡ് ആയ ഒരു വിശ്വാസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ തരാം. നിങ്ങൾ യൂട്യൂബ് തുറന്നിട്ട് ആദ്യം കാണുന്ന 10 മെസ്സേജ്, മലയാളത്തിലുള്ള 10 മെസ്സേജ് ഒന്ന് കേൾക്കുക. എന്നിട്ട് അതിൽ എത്ര മെസ്സേജുകൾ ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്യും. അപ്പോഴറിയാം ക്രൈസ്തവ സഭ അല്ലെ ക്രിസ്തുവിന്റെ പേരിൽ നടക്കുന്ന ലൗകികതയുടെ അതിപ്രസരം. നമ്മള് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറഞ്ഞത്, നിങ്ങൾ അവരെ പോലെ പ്രാർത്ഥിക്കരുത്, ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കാം, നമുക്കിതൊന്നും ആവശ്യമില്ലേ? ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഇതൊന്നും ആവശ്യമില്ലേ? യേശു എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്താവശ്യമെന്ന് അറിയുന്ന ഒരു പിതാവിനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ബലൂണിൽ അതിൽ ഉൾക്കൊള്ളുന്നതിനേക്കാൾ അധികം വെള്ളം നിറച്ചിരിക്കുകയാണ് ചിന്തിക്കുക. എന്നിട്ട് ഒരു സൂചി കൊണ്ട് ആ ബലൂണിൽ കുത്തുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ബലൂൺ, അതായത് ബലൂണിലുള്ള വെള്ളം ആ ബലൂണിനെ പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ വലിയ ശ്രമം നടത്തുന്ന ആ ബലൂണിൽ ഒരു സൂചി കൊണ്ട് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് കുത്തിയാൽ മാത്രമാണ് അതിൽ വെള്ളം പുറത്തു വരുന്നത്? ഒരു കഷ്ടപ്പാടുമില്ല. ഒന്ന് തൊട്ടാ മതി, അപ്പോഴേ അതിൽ വെള്ളം മുഴിച്ചാടും. ഇപ്പൊ യേശു പറഞ്ഞ അങ്ങനെയുള്ള പിതാവിനെ കുറിച്ചാണ്. എന്റെ ആവശ്യങ്ങൾ എന്തെന്ന് അറിയുന്ന പിതാവ്. പിതാവ് അറിയുന്നത് ആവശ്യവും ഞാൻ അറിയുന്നത് ആഗ്രഹവും. പലതും നമ്മുടെ ആഗ്രഹങ്ങളാണ്. എനിക്ക് എന്തെന്ന് ആവശ്യമെന്ന് പിതാവ് അറിയുന്നു. അപ്പൊ പിതാവിനെ എന്റെ ഇഷ്ടത്തിലേക്ക് ഇറക്കി കൊണ്ടുവരുന്നതല്ല പ്രാർത്ഥന, എന്നെ പിതാവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കലാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, അത്ര എളുപ്പമല്ല. അടിസ്ഥാനപരമായി മനുഷ്യൻ സ്വാർത്ഥനാണ്. നമുക്കൊക്കെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ കുറെ നാള് പിടിച്ചു നിന്നു, എനിക്ക് അസൂയയില്ല എന്നൊരു ധാരണ. കാര്യം ആരും എന്നെ കുറിച്ച് അങ്ങനെ പരാതി പറഞ്ഞിട്ടില്ല. എനിക്കും തോന്നി എനിക്ക് അസൂയയില്ല. അങ്ങനെ വലിയ സന്തോഷത്തോടെ സ്വയ നീതി ഞാനിങ്ങനെ പോവാ. എനിക്ക് അസൂയയില്ല. അതും നമുക്കറിയാം, പുരുഷന്മാർക്ക്, ഒരു സ്ത്രീക്ക് അസൂയണമെന്നൊക്കെ പിന്നെ സഹിക്കാം, പുരുഷന്മാർക്ക് ഒട്ടുമില്ലെന്നൊക്കെ നമ്മൾ അവകാശവാദം മുഴക്കുന്ന കാര്യമാണ് അസൂയ. അപ്പൊ ദൈവം പലപ്പോഴും അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അംഗീകരിച്ചില്ല.
അങ്ങനെ ഒരു ദിവസം എനിക്കെന്ന സ്കൂട്ടർ മാത്രമേ ഉള്ളൂ. ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ കൂട്ടായ്മയിലെ സീനിയർ പാസ്റ്റർ, അദ്ദേഹത്തിന് ഓൾറെഡി ഒരു കാറുണ്ട്. കാറ് വിറ്റിട്ട് അദ്ദേഹം ഒരു പുതിയ കാർ വാങ്ങിച്ചു. ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്ന ഹാളിന്റെ മുൻപിൽ ദൈവം എന്നെ കൃത്യമായിട്ട് ഓർക്കസ്ട്രേറ്റ് ചെയ്തു. ദൈവം കൃത്യമായിട്ട് അതിന്റെ മുമ്പിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തി. ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ കാറ് വാങ്ങിച്ചുകൊണ്ട് നേരെ കോമ്പൗണ്ടിലേക്ക് ഓടിച്ചു കയറ്റിയ സമയത്ത് ദൈവം എന്നോട് ചോദിച്ചു, എന്താ നിന്റെ മുഖം വാടുന്നത്? എന്തുകൊണ്ടാണ് മുഖം വാടിയത്? അസൂയ. എനിക്ക് ഒരു പഴയ കാറ് പോലും ഇല്ല. ആ സമയത്താണ് അദ്ദേഹം പുതിയൊരു കാറ് വാങ്ങിച്ചത്. അപ്പൊ ഇതുപോലെ നമ്മള് അംഗീകരിക്കാൻ നമുക്ക് മടിയാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ അടിസ്ഥാനപരമായി നമ്മൾ സ്വാർത്ഥരാണ്, മനുഷ്യ സ്വാർത്ഥരാണ്. കർത്താവ് നമ്മളെ പണിത് മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. നമ്മളൊരു പൂർണ്ണമായി വിമുക്തരായിട്ടില്ല. അങ്ങനെയുള്ള സ്വാർത്ഥനായ മനുഷ്യൻ നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് നമ്മുടെ സ്വാർത്ഥത നിവർത്തിച്ചു തരാൻ ദൈവത്തോട് പറയുന്നത് എത്ര ഭയപ്പാടോടുകൂടെ വേണം. നമുക്ക് റോമാലേഖനത്തിലേക്ക് വരാം. റോമാലേഖനം 8-ാം അധ്യായം ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. ഞാന് അന്യഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, അതിനെ എതിരെ പ്രസംഗിക്കുന്ന വ്യക്തിയല്ല. പക്ഷെ പെന്തക്കോസ്തുകാർക്ക് അന്യഭാഷ പറയുന്നവർക്ക് വലിയൊരു അപകടമുണ്ട്. ബൈബിളിൽ ആത്മാവെന്ന വാക്ക് എവിടെ കണ്ടാലും ബന്ധിപ്പിക്കുന്നത് അന്യഭാഷ പറയുന്ന കാര്യവുമായിട്ട്. ഞാൻ പണ്ട് താമസിച്ചിരുന്ന വീടിന്റെ അടുത്തൊരു ആന്റി ഉണ്ടായിരുന്നു. ആന്റി ഒരു വിശ്വാസിയാണ്. പക്ഷെ ആന്റിക്ക് ഉറപ്പുണ്ട് ആന്റി നരകത്തിൽ പോകും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ആന്റി നരകത്തിൽ പോകത്തില്ല. ആന്റിക്ക് ഭയങ്കര ഉറപ്പാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ആന്റി അങ്ങനെ? അപ്പൊ ആന്റി പറഞ്ഞു, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ ആന്റി അന്യഭാഷ പറയുന്നില്ല. അപ്പോ അന്യഭാഷ പറയുന്നില്ല, എന്റെ അർത്ഥം ആത്മാവില്ല. ആത്മാവില്ലാത്തവൻ പിന്നെ അവിടെ പോകും, നരകത്തിൽ. ഞാൻ കുറെയൊക്കെ ആന്റിയെ പറഞ്ഞ് മനസ്സിലാക്കാനും പഠിപ്പിക്കാനും തുടങ്ങി. പക്ഷെ ആന്റി സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ കൈ ഒഴിഞ്ഞു. ആന്റിക്ക് നരകത്തിൽ പോകണം ഇത്ര നിർബന്ധമാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ഞാനത് ഉപേക്ഷിച്ചു, ആ ശ്രമം ഉപേക്ഷിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അന്യഭാഷയ്ക്കെതിരെ പറയുന്ന ആളല്ല ഞാൻ, അന്യഭാഷ പറയുന്ന ആളാണ്. പക്ഷേ ബൈബിളിൽ എവിടെ ആത്മാവ് എന്ന വാക്ക് കണ്ടാലും അന്യഭാഷയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യരുത്. ഈ 8-ാം അധ്യായത്തിൽ ആത്മനിറവിലുള്ള ഒരു ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം. എന്താണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം? അന്യഭാഷ പറഞ്ഞിട്ട് സ്വാർത്ഥതയിലും അസൂയയിലും അഹങ്കാരത്തിലും ജീവിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചാണോ പറയുന്നത്? അല്ല. ആത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു ജീവിതം. എങ്ങോട്ട് പോകണമെന്ന് ആത്മാവ് തീരുമാനിക്കുന്നു, എന്ത് പറയണമെന്ന് ആത്മാവ് തീരുമാനിക്കുന്നു, ഏത് തെരഞ്ഞെടുക്കണമെന്ന് ആത്മാവ് തീരുമാനിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒഴുക്ക് വെള്ളത്തിൽ കിടക്കുന്ന ഒരു തടിക്കഷ്ണം ഒഴുകുന്നത് പോലെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് റോമാലേഖനം 8-ാം അധ്യായം പറയുന്നത്. എന്നിട്ട് അവിടെ പറഞ്ഞ വാക്കുണ്ട്, 5-ാം വാക്യം ആരെങ്കിലും വായിക്കുക. റോമർ 8:5. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. എന്നിട്ട് അവിടെ പൗലോസ് അതിനെ വ്യക്തമാക്കുകയാണ്. ഇവരുടെ ചിന്ത നോക്കിയാൽ അറിയാം ഇവൻ ആത്മീകനാണോ ജഡികനാണോ. ആത്മീകനാണെങ്കിൽ അവന്റെ ചിന്ത, അവന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും ആത്മീയ കാര്യത്തിലായിരിക്കും. അതിന്റെ അർത്ഥം 24 മണിക്കൂറും സ്തോത്രവും അലേലിയും പറഞ്ഞ് 24 മണിക്കൂറും പ്രാർത്ഥിക്കുകയും 24 മണിക്കൂറും ബൈബിൾ വായിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയേ അല്ല. ജോലിക്കും പണിക്കൊന്നും പോകാതെ അല്ല. അതിന് നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിച്ചു. 1 മാസമേ അവൾക്ക് അവധിയുള്ളൂ. 1 മാസം കഴിഞ്ഞ് അവൾ ജോലിക്ക് ജോയിൻ ചെയ്തു, ആ അമ്മ. അപ്പോ ആ ജോലിക്ക് അവൾ ജോയിൻ ചെയ്തു. അവിടെ അവൾക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവൾക്ക് ഫയലുകൾ നോക്കാനുണ്ട്, പല കാര്യങ്ങൾ ഓർഡർ ചെയ്യാനുണ്ട്, പല ചെയ്യാനുണ്ട്. ഇതൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവൾ ചെയ്യുമ്പോഴും അവളുടെ ഹൃദയത്തെ ഒത്ത നടുക്ക് എന്തായിരിക്കും? 1 മാസം മുമ്പ് അവൾ പ്രസവിച്ച അവളുടെ കുഞ്ഞ്. ഇതാണ് ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത്. നമ്മള് ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഒരു വീട്ടമ്മയാണെങ്കിൽ കുക്ക് ചെയ്യും, വീട് ക്ലീൻ ചെയ്യും, മറ്റു പല കാര്യങ്ങൾ ചെയ്യും. ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ജീവിതത്തിന്റെ ഒത്ത നടുക്ക് അവന്റെ ചിന്തകളെ കേന്ദ്രമായി നിൽക്കുന്നത് ക്രിസ്തുവാണ്. അതാണ്
ആത്മാവിനുള്ളവൻ ആത്മാവിനുള്ള ചിന്തിക്കുന്നു, ജഡത്തിനുള്ളവൻ ജഡത്തിലുള്ള ചിന്തിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന എങ്ങനത്തെ പ്രാർത്ഥനയാണ്? ഞാനൊരു ചോദ്യം അല്പം കട്ടിയുള്ളതാണ്, ചോദിക്കാം. നിങ്ങളുടെ കുഞ്ഞിന് മെഡിസിൻ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ ജീവന്റെ പുസ്തകങ്ങളുടെ പേര് കർത്താവ് മായ്ച്ചു കളയുമോ? അല്ല. നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവിതം അവസാനിച്ചു. ഒരിക്കൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ദുഃഖകരമായ ഒരു കാര്യം ഞാൻ കേട്ടത് എങ്ങനെയാണ്. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു വിശ്വാസി സ്ത്രീ, അവരുടെ മകൾക്ക് എൻട്രൻസ് കിട്ടിയില്ല. അവരാകെ നിരാശയായി വളരെ വളർന്നു. അതേ ഓഫീസിൽ ജോലി ചെയ്യുന്ന അവിശ്വാസികളായവരുടെ പലർക്കും മക്കൾ കിട്ടിയില്ല. അവർക്ക് ഈ പ്രശ്നമില്ല. നമ്മൾ പറയുന്ന കർത്താവിനെ അപമാനിക്കുന്ന ഒരു വാക്കുണ്ട്. നമ്മുടെ മകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മകന് ഗവൺമെന്റിൽ ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ പറയുക? അവന്റെ ഭാവി സുരക്ഷിതമായി. ദൈവത്തെ അപമാനിക്കുക. എവിടെയാണ് നിങ്ങളുടെയും മക്കളുടെയും ഭാവി സുരക്ഷിതമാകുന്നത്? നമ്മുടെ മനസ്സ് എത്രമാത്രം ലൗകികതയാൽ രൂപപ്പെട്ടു എന്നൊന്ന് ചിന്തിച്ചേ. ക്രിസ്തുവിന്റെ കരത്തിൽ ഉള്ള സുരക്ഷിതത്വത്തിൽ നിന്ന് ലോകത്തിന്റെ സുരക്ഷിതത്തിലേക്ക് നമ്മൾ എത്ര മാറിയൊന്ന് നമ്മളൊന്ന് ചിന്തിച്ച്. അങ്ങനെ ആത്മാവിലുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, നമ്മൾ പ്രാർത്ഥനയെ കുറിച്ചാണല്ലോ പറയുന്നത്. എന്നിട്ട് അതിന്റെ 26-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. 26. തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മൾ സ്വാർത്ഥരാണ് അടിസ്ഥാനപരമായി. അതുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയത്തില്ല. അതിന്റെ പേരാണ് ബലഹീനത. ഈ ബലഹീനത എന്നുള്ള പാപനർത്ഥത്തിലല്ല, നമ്മള് ഈ വീഴ്ച സംഭവിച്ച ശരീരത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് എപ്പോഴും ലോകത്തിലേക്ക് ഒരു പിടിയുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. അവിടെ പറയുന്നത് വരാനുള്ള തേജസ്സിനെ കുറിച്ചുള്ള ഞരക്കമില്ല എന്ന കാര്യമാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത സ്ഥാനത്ത് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. അതാണ് ആത്മാവിലുള്ള പ്രാർത്ഥന, ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു പ്രാർത്ഥന. അല്ലാതെ ഈ ലോകത്തിൻ്റെതായ മാലിന്യങ്ങൾ തലയിൽ കയറി, ലോകത്തിന്റെ പിടി തലയിൽ കയറി, ദ്രവ്യാഗ്രഹവും സ്വാർത്ഥതയും സുഖലോലുപതയും തലയിൽ കയറി അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആത്മാവിനാൽ നയിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരുവൻ, അതായത് ജീവിതം ആത്മാവിനാൽ നയിക്കപ്പെട്ടതാണെങ്കിൽ അവന്റെ പ്രാർത്ഥന ആത്മാവിൽ നയിക്കപ്പെട്ടതായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ കാര്യം യാക്കോബ് പറയുന്നുണ്ട്. നമുക്ക് യാക്കോബിന്റെ 1-ാം അധ്യായത്തിലേക്ക് വരാം. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ അത് സകലത്തിലും സന്തോഷം എന്ന് കരുതുവിൻ. അത്ര എളുപ്പമുള്ള കാര്യമല്ല. പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ അത് സന്തോഷമെന്ന് എണ്ണാൻ എളുപ്പത്തിൽ കഴിയത്തില്ല. കാര്യം എന്താണ്? ലോകത്തിന്റെ കണ്ണിൽ അത് പരിഹാസ്യമാണ്. ലോകത്തിന്റെ കണ്ണിൽ അത് നിന്ദ്യമാണ്. യേശു ക്രൂശിൽ കിടന്ന് നമുക്കറിയാം അത് മഹത്തായ ഒരു പ്രവൃത്തിയാണ്. പക്ഷെ ലോകം പറഞ്ഞെന്താണ്? അവൻ ദൈവത്താൽ കൈവിടപ്പെട്ടവൻ, അവൻ ശപിക്കപ്പെട്ടവൻ, മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതാണ് ലോകത്തിന്റെ കാഴ്ചപ്പാട്. ഇതുപോലെ തന്നെ ലോകത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, കഷ്ടത എന്ന് പറയുന്നത്, പരീക്ഷ എന്ന് പറയുന്നത് അത് കഷ്ടമാണ്, നഷ്ടമാണ്, നാശമാണ്. അത് മനസ്സിലാക്കാൻ എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് യാക്കോബ് പറയുകയാണ് അതിന്റെ 5-ാമത്തെ വാക്യം, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. വാക്യവും നമ്മൾ എടുക്കുന്നതിന് വേണ്ടിയാ കൊച്ചിന്റെ എൻട്രൻസിന് പഠിക്കാൻ ജ്ഞാനം ഉണ്ടാകാൻ. ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ലോക മനുഷ്യൻ, ജഡീക മനുഷ്യൻ, അവൻ എല്ലാ വാക്യങ്ങളും കാണുന്നത് കർത്താവിന്റെ ഈ ലോകത്തിന്റെ വാക്തത്വങ്ങളായിട്ട്. ഇവിടെ പറയുന്നത് എന്താണ്?
നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ അവൻ പ്രാർത്ഥിക്കട്ടെ. അവന് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടും, നല്ല വിജയം കിട്ടും. അവിടെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നതാണോ കോണ്ടെക്സ്റ്റ്? ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ വാക്യങ്ങൾ വ്യാഖ്യാനിക്കരുത്. ഇവിടെ പറയുന്ന സഫറിങ്ങിനെ കുറിച്ചാണ്, പരീക്ഷയെ കുറിച്ചാണ്. ആ കോണ്ടെക്സ്റ്റിൽ പറയുകയാണ് ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ അവൻ പ്രാർത്ഥിക്കട്ടെ. എന്ത് ജ്ഞാനം? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. ആ ജ്ഞാനം കുറയുന്നത് കൊണ്ടാണ് ഈ കഷ്ടത നല്ലതിനാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ട് ആ ജ്ഞാനത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ അവന് ജ്ഞാനം കിട്ടും. ജ്ഞാനം കിട്ടുമ്പോൾ അവന് മനസ്സിലാകും, ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കഷ്ടതകൾ അത് സന്തോഷമെന്ന് എണ്ണേണ്ടതാണ്, അതിൽ പിറുപിറുക്കേണ്ടതല്ല. കാരണം അത് നന്മയ്ക്കുള്ളതാണ്. പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? പിതാവേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പ്രാർത്ഥനയിൽ അടിസ്ഥാനപരമായി നമുക്ക് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു വലിയ മാറ്റമുണ്ടാകണം. ലോകത്തോട് സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അത് പെന്തക്കോസുകാരനായാലും നമ്മൾ ചിന്തിക്കുന്ന ഈ വാക്ക് എടുത്ത് അവിശ്വാസികളെ പഠിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കും, അല്ല അവിശ്വാസികളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കും. അല്ല, ഒന്നാമതായി പൗലോസും യാക്കോബും പത്രോസും ഒക്കെ ലേഖനം എഴുതിയത് അവിശ്വാസികൾക്ക് വേണ്ടിയല്ല, വിശ്വാസികൾക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. നമ്മളോടാണ് പറയുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഒരു മാറ്റം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ പലപ്പോഴും പ്രാർത്ഥന നമുക്ക് ശാപമായി മാറും. ഇസ്രായേൽ മക്കൾ ആർത്തി പിടിച്ച് പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചു? ഞങ്ങൾക്ക് ഇറച്ചി തരണം. ഇറച്ചി കൊടുത്തു. അതാണ് സങ്കടം. ഇറച്ചി കൊടുത്തു. പഴയ നിയമത്തിലുള്ളവർക്ക് സംഭവിച്ചത് നമുക്ക് എന്തിനാണ്? ഒരു ഓർമ്മപ്പെടുത്തലിനായിരിക്കുന്നു. ഓർമ്മപ്പെടുത്തലാണ്. അത്യാഗ്രഹത്തിലും ദ്രവ്യാഗ്രഹത്തിലും സ്വാർത്ഥതയിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് ശാപമായി മാറും. അതുകൊണ്ടാണ് നമുക്ക് രൂപാന്തരം ഉണ്ടാകേണ്ടത്. ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനോട് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ചു. എന്താ അപേക്ഷിച്ചത്? യേശുവും ശിഷ്യന്മാരും കൂടി ശമരിയിലൂടെ പോകുന്ന സമയത്ത് ശമരിയക്കാർ വേണ്ട ആദരവ് ഇവർക്ക് കൊടുത്തില്ല. ഈ മാനിക്കുക, ദൈവദാസനെ മാനിച്ചില്ലെങ്കിൽ നിങ്ങളെയൊക്കെ തീയിറക്കി കൊന്നുകളയുമല്ലോ, അങ്ങനെയുള്ള മാനിക്കപ്പെട്ടില്ല. അപ്പൊ ഈ പത്രോസും അല്ലെങ്കിൽ ശിഷ്യന്മാരൊക്കെ യേശുവിനോട് പറഞ്ഞു, ഏലിയാവ് സ്വർഗത്തിൽ തീയിറക്കിയതുപോലെ. അത് പ്രാർത്ഥനയാണല്ലോ. ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്, അപേക്ഷിക്കുകയാണ്, നമുക്കും തീയിറക്കിയാൽ എന്താണ്? ഒരു പ്രാർത്ഥനയാണ്. യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? ഈ പത്രോസ് പറഞ്ഞ പ്രാർത്ഥനയാണ് നമ്മളിപ്പോ പാട്ടായിട്ട് പാടുന്നത്. ശത്രുക്കൾ ചിതറിപ്പോകും, എന്നിട്ട് ആത്മാവിലാകുക. എന്തോ ഒരു സന്തോഷമാണ്. കർത്താവ് പറഞ്ഞത് ഞാൻ നശിപ്പിക്കാനല്ല രക്ഷിക്കാനാണ് വന്നത്. പക്ഷെ നമുക്കൊക്കെ സന്തോഷമാണ്. നമ്മളെ ഉപദ്രവിക്കുന്നവരൊക്കെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു, അവരെ അങ്ങനെയല്ല നിങ്ങൾ പ്രാർത്ഥിക്കില്ല, എങ്കിലും നമ്മളൊക്കെ ആ പാട്ടൊക്കെ പാടി ആത്മാവിലാകും. ഓക്കെ, ഏത് ആത്മാവിലാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഈ ശമരിയക്കാരുടെ മേൽ തീ ഇറങ്ങേണ്ടതിന് വേണ്ടി ഇവർ അപേക്ഷിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞ വാക്കുണ്ട്, ഭയത്തോടെ നിങ്ങൾ കേൾക്കണം. ഞാൻ പറഞ്ഞല്ലോ, അതൊരു പ്രാർത്ഥനയാണ്, യേശുവിനോടുള്ള അപേക്ഷയാണ്. നിങ്ങൾ ഏതാത്മാവിനധീനർ? ഈ ശിഷ്യന്മാരാരാണ്? യോഹന്നാൻ, പത്രോസ്, യാക്കോബ്, യേശുവിന്റെ ശിഷ്യന്മാർ. അവര് പ്രാർത്ഥിച്ച പ്രാർത്ഥനയോട് ബന്ധത്തിൽ യേശു പറയുകയാണ്, നിങ്ങൾ ഏതാത്മാവിനധീനർ? രണ്ടാത്മാവേ ഉള്ളൂ. ഒന്ന് ദൈവാത്മാവ്, രണ്ട് ദുരാത്മാവ്. ഇനിയൊന്ന് ചിന്തിച്ച് നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ച്. അടുത്ത വീട്ടിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നവൻ നശിക്കാനും, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ തരാത്ത മാനേജർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനൊക്കെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഒന്ന് ഓർത്തേ, ഏതാത്മാവിനാലാണ് നമ്മൾ അധീനപ്പെട്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശരിയായ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥന നമുക്ക് ഒരു ശാപമായി മാറും.
ജഡത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല പ്രാർത്ഥന, ലൗകികത കൂട്ടാനല്ല പ്രാർത്ഥന. ഇന്ന് കാണുന്നത് പോലെ ഉപവാസവും പ്രാർത്ഥനയും തങ്ങൾക്ക് എത്ര ലഭിച്ചിട്ടും തൃപ്തി വരാതെ പിന്നെയും പിന്നെയും കിട്ടാനുള്ള ഒരു പരാക്രമവും നിലവിളിയുമാണ്. ഇറച്ചിതാ എന്നുള്ള നിലവിളിയാണ് ഇന്ന് സഭകളിൽ ദൈവമക്കളുടെ ഇടയിൽ ഉയരുന്നത്. അതിനിടയിലാണ് ദൈവം നോക്കുന്നത്. ആത്മാവിനാൽ നയിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടോ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. യേശു പ്രാർത്ഥിച്ചു, നമുക്ക് മാതൃകയായി. യേശുവിന്റെ മനുഷ്യത്വത്തിൽ യേശു പ്രാർത്ഥിച്ചു. താൻ അനുഭവിക്കാൻ പോകുന്ന ആ ക്രൂശ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ. പക്ഷെ യേശുവിന്റെ പ്രാർത്ഥന പൂർത്തീകരിച്ചില്ല. യേശു അതിനോട് ചേർത്ത് പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടം വേണ്ട. അതാണ് ശരിയായ പ്രാർത്ഥന. കാലം മുന്നോട്ട് പോകും തോറും അതുപോലും നമ്മിൽ ഒഴിഞ്ഞു പോകണം. യേശു പറഞ്ഞില്ലേ, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം. അവിടെ നല്ല ദാനം എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? വീട്, കാറ്, ബസ്, പ്രമോഷൻ ആണോ? അല്ല, പരിശുദ്ധാത്മാവിനെ. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ സ്വർഗം കാണുന്നത് ഈ ലോകത്തിന്റെ മഹത്വമല്ല, ലോകത്തിന്റെ കാര്യങ്ങളല്ല. നല്ല ദാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരും. യാചിക്ക്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു പ്രാർത്ഥന ഉണ്ടാകണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിങ്ങൾക്ക് നൽകും. ഈ ലോകത്തിലൊരു മാറ്റം വരുത്താൻ ദൈവം ഉപയോഗിക്കുന്ന ഗബ്രിയേലിനെയും മീഖായേലിനെയും അല്ല. ദൈവം ഉപയോഗിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിങ്ങളെയും എന്നെയുമാണ്. പക്ഷെ പ്രശ്നം എന്താണ്? ദൈവത്തിന്റെ സഭയ്ക്ക് ആവശ്യം ലോകത്തെയാണ്. ഒരു വലിയ മാറ്റം നമുക്കുണ്ടാകട്ടെ. നമുക്കുള്ളതിന് എത്ര അധികമാണ്, നമുക്കുള്ളത് അധികമാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ തുലനം ചെയ്യുന്നത് നമ്മളെക്കാൾ അധികമുള്ളവരുമായിട്ടാണ്. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ നോർത്ത് ഈസ്റ്റിലേക്ക് ഒന്ന് പോകും. 2 നേരമാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. വീടിന്റെ കാര്യത്തിൽ നിങ്ങൾ വടക്കേന്ത്യയിലെ ചില ഗ്രാമങ്ങളിലേക്ക് പോകും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അധികം ആളുകൾക്ക് വീടുള്ളതല്ല, വീടില്ലാത്തതാണ്. നമ്മൾ അനുഭവിക്കുന്ന സൗകര്യങ്ങളൊക്കെ അധികമാണ്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ വായിൽ നിന്ന് സ്തോത്രമാണ് വരേണ്ടത്. കാരണം അവന് ലഭിച്ചതൊക്കെ അധികമാണ്. സ്തോത്രം. ദൈവമക്കളെ, യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിൽ ഒറ്റ ഇഷ്ടമേ ഉള്ളൂ, അത് പിതാവിന്റെ ഇഷ്ടമാണ്. അതെന്റെ ജീവിതത്തിൽ വരണമേ. അതൊരു പ്രാർത്ഥന ആണ്. എന്റെ പ്രാർത്ഥന അങ്ങനെ മാറണം. അതായത് ദൈവത്തിന്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുന്ന തലത്തിലേക്ക് ഞാൻ ഉയരണം. സ്വാഭാവികമായി വരും. ഞാൻ വാക്കുകളെ ചുരുക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു സമർപ്പിക്കപ്പെട്ടൊരു ജീവിതം, ദൈവത്തിന്റെ ഹിതത്തിനായി സമർപ്പിക്കപ്പെട്ട ജീവിതം. ഇന്ന് നമ്മൾ കണ്ടത് സമർപ്പിക്കപ്പെട്ട ജീവിതത്തിന്റെ പ്രാർത്ഥന. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം തരുന്നതിന്റെ കാരണം അവന്റെ ഹൃദയത്തിലെ ആഗ്രഹവും ദൈവത്തിന്റെ ആഗ്രഹവും ഒന്ന് തന്നെയാണ്. ലൗകിക മനുഷ്യൻ ലോകത്തിലുള്ള ചിന്തിക്കുന്നു, ആത്മീക മനുഷ്യൻ ആത്മാവിലുള്ള ചിന്തിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ പ്രാർത്ഥനകൾക്കും അടിസ്ഥാനപരമായ ഒരു മാറ്റം ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച ഇതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കേൾക്കാം.